നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ PSG വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച, എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ച ഒരു രംഗമാണ് ആദ്യ പകുതിക്ക് അവസാനം ഉണ്ടായത്. ജമാൽ മുസിയാലയ്ക്ക് പരിക്കേറ്റ രംഗം. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പരിക്ക് വളരെ ഗുരുതരമാണെന്നും നീണ്ടകാലം പുറത്തിരിക്കേണ്ടി വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ജർമ്മൻ മാധ്യമമായിട്ടുള്ള ബിൽഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ജമാൽ മുസിയാല ഹാസ് ബ്രോക്കൺ ഇസ് ലെഫ്റ്റ് ഫിബുല. മാത്രമല്ല, ഒരുപാട് ലിഗ്മെൻസിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. താരത്തിന് നീണ്ട കാലത്തെ ഒരു നഴ്സിംഗ് ആവശ്യമായിട്ട് വരും. മുസിയാലക്ക് 4 മുതൽ 5 മാസക്കാലം വരെ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ബിൽഡിൻ്റെ റിപ്പോർട്ട്. ഇക്കാര്യം ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോയും സ്ഥിരീകരിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. ഏതായാലും മുസിയാല ആ ഗ്രൗണ്ട് വിട്ടു പോകുന്ന രംഗം തന്നെ വലിയ രൂപത്തിൽ സങ്കടമുണ്ടാക്കുന്നതായിരുന്നു. അദ്ദേഹം ഡൊണാരുമയുമായിട്ട് കൂട്ടിയിടിക്കുക എന്ന് പറയുമ്പോൾ ഡൊണാരുമ ബോൾ സേവ് ചെയ്താണ്, ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. അങ്ങനെയാണ് ആ ഒരു പരിക്ക് സംഭവിക്കുന്നത്. പിന്നീട് നന്നായിട്ട് വേദന കൊണ്ട് പുളയുന്ന താരം സ്ട്രെച്ചറിൽ പോകുമ്പോൾ പോലും തന്നെ മുഖമൊക്കെ മൂടിയിട്ടാണ് പോയിരുന്നത്. താരങ്ങളൊക്കെ വല്ലാത്ത രൂപത്തിൽ തകർന്നിരുന്ന ഒരവസ്ഥയാണ്. ഈവൻ ഡൊണാരുമ പോലും ആ ഒരു ഞെട്ടലും വേദനയും ഒക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും ഫുട്ബോളിലെ വളരെ തിളങ്ങുന്ന ഒരു ഭാവി സൂപ്പർ താരമാണ് ജമാൽ മുസിയാല. ഇപ്പോഴും സൂപ്പർ താരം തന്നെ, ഭാവിയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകേണ്ടവരാണ്. അത്തരമൊരു താരത്തിനാണ് ഇങ്ങനെ വലിയ ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും 4-5 മാസക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. പുതിയ സീസണിൻ്റെ, അടുത്ത സീസണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നഷ്ടമാകുമെന്നർത്ഥം. എത്രയും പെട്ടെന്ന് അവൻ തിരിച്ചു വരട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.